ജീവിതത്തിലെ ദുരിതപർവത്തിന് താൽക്കാലിക ആശ്വാസമായി കുടുംബത്തിന് വീടൊരുക്കി. പന്മന സ്വദേശി മുരളിക്കും കുടുംബത്തിനുമാണ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ ഇടപെടലിൽ അടച്ചുറപ്പുള്ള വീട് ലഭിച്ചത്. ഒരു വർഷം മുൻപ് മുരളിയുടെ മകന്റെ മരണത്തിന് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ ദുരവസ്ഥ ഷിബു ബേബി ജോൺ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മന്ത്രി വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. മുരളിയും കുടുംബവും ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ചത് അടച്ചുറപ്പുള്ള ഒരു വീടാണ്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. എന്നാൽ ചില വിഷമങ്ങൾ വീണ്ടും ബാക്കി. മന്ത്രി ഷിബു ബേബി ജോൺ വാക്കുപാലിച്ചതോടെയാണ് പന്മന കളരി സ്വദേശിയായ മുരളിക്കും കുടുംബത്തിനും വീട് ലഭിച്ചത്. മന്ത്രിയുടെ സുഹൃത്ത് പ്രവാസിയായ കോട്ടയം സ്വദേശി സൈമനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 29 വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഷീറ്റ് പാകിയ വീട്ടിലായിരുന്നു താമസം. ജനലരികൾ മറച്ചിരുന്നതാകട്ടെ തുണിക്കഷ്ണം കൊണ്ട്. അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ. ഇതിനിടെ ഇളയ മകൻ ശരത്ത് 1 വർഷം മുമ്പ് രോഗബാധിതനായി മരിച്ചു. ഇവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായാണ് മന്ത്രി ഷിബു ബേബി ജോൺ എത്തിയത്. വീടിന്റെ ദുരവസ്ഥ കണ്ട അദ്ദേഹം മുൻകൈയെടുത്തു. അവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനവും എടുത്തു. കഴിഞ്ഞ ജനുവരി 29-ന് വീടിന് തറക്കല്ലിട്ടു. മരംകയറ്റ തൊഴിലാളിയായ മുരളി മരത്തിൽ നിന്ന് വീണ് നട്ടെല്ലിന് ക്ഷതമേറ്റതിനാൽ ഉപജീവനമാർഗം ഇല്ലാതായി. മൂത്ത മകൻ സന്തുവിന് കൂലിവേല ചെയ്ത് ലഭിക്കുന്നതാണ് ഏക വരുമാനം. വീട് പൊളിച്ചു നീക്കി അവിടെ നല്ലൊരു വീട് നിർമ്മിക്കുകയായിരുന്നു മരിച്ച ശരത്തിന്റെ ആഗ്രഹം. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ അവനില്ലല്ലോ എന്ന സങ്കടമാണ് ഇപ്പോൾ മുരളിക്കും ഭാര്യ അംബികയ്ക്കുമുള്ളത്. അതുപോലെയാണ് ഇവിടുത്തെ ജനങ്ങളെ മുമ്പിൽ എൻ്റെ മോൻ എല്ലാവരോടും ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒന്നും ഇല്ലാത്ത രീതിയല്ല. അവരാര് പറഞ്ഞാലും അവരുടെ കൂട്ടത്തിൽ ചാടി പിടിക്കുന്നു പോകും. ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മിന് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടപ്പെട്ട എല്ലാവരും സഹായത്തിനും പിന്നെ കാശിൻ്റെ കാര്യത്തിനും ആയാലും എല്ലാ ഇതെല്ലാം ഉണ്ട്. ഇപ്പം അങ്ങനെയാണ് സിവിൽ സാറ് വന്ന് ഇത് കണ്ട് പിടിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും വന്നപ്പം ഞങ്ങൾ ഒരു വീടിൻ്റെ കാര്യത്തിന് ഇത് ഈ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലും ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. മോന് ഇവിടുന്ന് ജോലിക്ക് പോയതായിരുന്നു. പോയ പോക്കിലായിരുന്നു ഇങ്ങനെ വീണെടുക്കുന്ന ആശുപത്രി കൊണ്ടുപോയത്. ഹാർട്ട് അറ്റാക്ക് വന്ന് കൊണ്ടുപോയാന്ന് പറഞ്ഞു. ഞങ്ങൾ അറിയുന്ന അന്ന് വൈകിട്ടാണ്. അതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല. വലിയ ആശുപത്രി 5-6 ദിവസം കിടന്നു. അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. മെഡിക്കൽ കോളേജിൽ മരിച്ചായിരിക്കും കൊണ്ടുവരുന്നത്. അന്ന് വീടില്ലായിരുന്നു. അന്ന് ശിവസാറും കൂടെ മോൻ്റെ ബോഡി കാണാൻ വന്നപ്പോഴായിരുന്നു ഈ വീട് വന്ന് കണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീട് എനിക്ക് പൊളിച്ച് പിന്നെ മെയിൻ്റനൻസ് ചെയ്യാനൊക്കത്തില്ല. അത് മൊത്തം ഇടിഞ്ഞു വാരിയിരിക്കുക. പൊളിച്ച് പോയി നല്ലൊരു വീട് വെച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അല്ലാണ്ട് അത് മൊത്തം ഇടിഞ്ഞു വാരിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറിന്റെ സഹായം കൊണ്ട് വീട് വെച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. പറഞ്ഞപ്പോൾ ഞാനൊന്നൊരു നിമിത്തമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങളിലാണ് എനിക്ക് കുറച്ചു നാളായി പരിചയമുള്ള അമേരിക്കയിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായി മാറിയ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ജോസ്മോൻ വഴി ഈ പദ്ധതി കോട്ടയത്ത് നടപ്പിലാക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അന്നേരം തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. തുറന്ന മനസ്സോടുകൂടി തന്നെ കോട്ടയത്തുള്ള പദ്ധതിയുടെ ഒരു വീട് ഇങ്ങനൊരു അവസ്ഥയിൽ കഴിയുന്നവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് തീരുമാനമെടുത്തതും ജോസ്മോനെ അത് ചുമതലപ്പെടുത്തിയതും. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ജോസ്മോൻ യഥാർത്ഥത്തിൽ കോട്ടയത്ത് അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടർച്ചയായി വിജയിക്കുന്ന ഒരാൾ ഇത്രയും താല്പര്യമെടുത്ത് നമ്മുടെ നാട്ടിൽ വന്ന പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഞാനൊരു നിമിത്തമായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ സോമൻ, ഞാൻ സോമൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ സോമൻ ചേട്ടനോടുള്ള കടപ്പാട് ഈ സന്ദർഭത്തിൽ ഈ നാടിനു വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഐ ജയലക്ഷ്മി, ആർ അരുൺരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീമ തങ്കച്ചി, അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, ആർ ജയകുമാർ, സി പി സുധീഷ് കുമാർ, അൻവർ കാട്ടിൽ, താജ് പൂരൂക്കര, ജോസ്മോൻ കോട്ടയം, പാലോട് രമേശ് ബാബു, മനോജ് മോൻ, നിതിൻ കളരി, മഹേഷ് ഗീതാഞ്ജലി, അൻസാരി മാനാമ്പറ, ബിലാൽ പനക്കാട്, ഷീല, വിജയദാസൻ, ഷിബു കളരി, അനീഷ് കളരി തുടങ്ങിയവർ
താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.